ഹേയ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. അപ്പോൾ അന്ന് നമ്മൾ ഒരു ഐക്യൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അത് ഞാൻ ജസ്റ്റ് ഒരു പരീക്ഷണാർത്ഥം ചെയ്തതാട്ടോ. ഓൺലൈനിൽ ഓർഡർ ചെയ്തതൊക്കെ ഫസ്റ്റ് ടൈം ആണ്. അന്ന് സെഫീൻ്റെ വീട്ടിലേക്ക് മൈസൂരിലേക്ക് ഞാൻ അതുപോലെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് സാധനം കിട്ടി. അതിനൊരു ഹോൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ചും കൂടെ പ്രൊഡക്ട്സ്, കുറേയൊന്നുമില്ല, വളരെ കുറച്ച് സാധനം. പക്ഷെ ഫേർണിച്ചേഴ്സാണ് നമ്മൾക്ക്. എനിക്കിവിടെ സ്പേസ് ഒക്കെ ഭയങ്കര കുറവാണ് വീട്ടിൽ. അപ്പോൾ നമുക്കിങ്ങനെ സ്പേസ് മാനേജ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേർണിച്ചേഴ്സ് മാത്രമേ നമുക്കിവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിനനുസരിച്ചിട്ട് പറ്റിയ 2-3 സാധനങ്ങളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഞാൻ ചെറിയ 2 സാധനങ്ങൾ, ഒരു ഫ്ലാസ്ക് വാങ്ങിയിട്ടുണ്ട്. ഇത് നല്ല ഫ്ലാസ്ക് ആണ് ഐക്യൻ്റെ. പിന്നെ ഒരു ലാമ്പും വാങ്ങിയിട്ടുണ്ട്. ഇത് മാത്രമേ അതിൻ്റെ കൂടെ വരുന്നൊരു LED സെപ്പറേറ്റ് വാങ്ങിച്ചാണ്. പക്ഷേ ഈ ലാമ്പിന് ഫിറ്റ് ആവുന്ന LED ആണ്. അപ്പോൾ ഇത് രണ്ടും മാത്രമേ ഞാൻ ചെറിയ 2 സാധനങ്ങളായിട്ട് വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാൻ ആക്ച്വലി ഇപ്പം ജസ്റ്റ് ക്ലിനിക്ക് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. സമയം 2 മണിയായി. ഇതെല്ലാം നമ്മൾ അസംബിൾ ചെയ്യണം കേട്ടോ. അങ്ങനെയുള്ള പ്രൊഡക്ട്സ് ആണ് ഇത് 3. ഇതെങ്ങനെ അസംബിൾ ചെയ്യണമെന്നും പിന്നെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഓരോന്നിൻ്റെ അകത്തും ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ 3 സാധനങ്ങളാട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഒരു സ്റ്റഡി ടേബിൾ പോലത്തെ ഒരു ചെറിയ ടേബിൾ, പിന്നെ ഒരു ഷെൽഫ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ ബോക്സ് നല്ല വെയിറ്റ് ഉണ്ട്. ഇത് ഒരു മീഡിയം വെയിറ്റ്, ഇത് ഒട്ടും വെയിറ്റ് ഇല്ല. അപ്പോൾ ഒരു വീൽ ഉള്ളൊരു റാക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അത് ഫൈബറാണ്. അപ്പം ഈ വെയിറ്റ് ഇല്ലാത്തത് മിക്കവാറും ആ ഒരു സാധനമായിരിക്കും. പിന്നെ ഐക്കയുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര പെർഫെക്ഷനാണ് കേട്ടോ. അത് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും. അതുമല്ല, നമ്മളിപ്പോൾ ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പം അവിടെ അതും ഇതും മിസ്സിങ്ങും, പിന്നെ അതിൻ്റെ ആ ഒരു നട്ട് കിട്ടിയില്ല, ബോൾട്ട് കിട്ടിയിട്ടില്ല, അങ്ങനത്തെ ഒരു പ്രശ്നവും ഐക്യൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ എന്ത് പ്രൊഡക്ട്സ് വാങ്ങിക്കുകയാണെങ്കിലും ഉണ്ടാവാറില്ല. ഇനി ഇൻ കേസ് എനിക്കിതുവരെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ല, ബട്ട് ഇൻ കേസ് എനിത്തിങ് നമുക്ക് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അവരുടെ കസ്റ്റമർ സർവീസ് അടിപൊളിയാണ്. അതിൽ നമുക്ക് ഏത് സമയമായാലും വിളിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് അതിനുള്ള ഹെൽപ്പോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു റെസ്പോൺസ് അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഓർഡർ ചെയ്തതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള സാധനമായിരുന്നു കേട്ടോ അത്. ഇതാ അപ്പം നമ്മൾ ഈ സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് തോന്നുന്നു ഈ 3 ഏറ്റവും ഈസി ആയിട്ട് എനിക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ബാക്കി 2 കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും. ഇത് നല്ല വെയിറ്റ് ഉള്ള ബോക്സ് ആണ്. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. അപ്പോൾ രണ്ടാമത് നമുക്ക് ഇതെന്താന്ന് നോക്കാം. ഇത് ഭയങ്കര ക്യൂട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഭയങ്കര ഒതുക്കുള്ളൊരു എന്താ പറയുക, നമ്മളെ ഡ്രോവേഴ്സ് ഉണ്ടാവില്ലേ, നമുക്ക് അത്യാവശ്യം നമ്മൾ മെഡിസിൻസും പിന്നെ അതുപോലെ ചെറിയ ഒരു വെയിറ്റ് ഇല്ലാത്തൊരു ലാമ്പ് വെക്കാം. പിന്നെ നമ്മളെ ബെഡ് സൈഡ് ടേബിളിന് പകരം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഫോണും കാര്യങ്ങളും അതുപോലെ ചാർജർ, പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങൾ വെക്കാം എന്നുള്ളൊരു ഐഡിയയിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇത് എങ്ങനെ അസംബിൾ ചെയ്യണമെന്ന് വളരെ കൃത്യമായിട്ട് കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എങ്ങോട്ട് മടക്കണം, കാരണം നമ്മൾ മടക്കുന്ന ഡയറക്ഷൻ മാറിപ്പോയാൽ വരെ നമുക്ക് ഇത് പ്രോപ്പർ ആവില്ല. അപ്പം അങ്ങനെ വളരെ കറക്റ്റായിട്ട് ഇതിൻ്റെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അസംബിൾ ചെയ്യേണ്ട കാര്യങ്ങളും പിന്നെ അതിൻ്റെ എല്ലാ പാർട്സും, പിന്നെ ചില കാര്യങ്ങൾ, ചില സ്ക്രൂ കാര്യങ്ങളൊക്കെ നമുക്ക് 1-2 ഒക്കെ എക്സ്ട്രാവും അവർ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നേരം ഞാൻ ഈ കാറ്റലോഗൊക്കെ നോക്കിയിരുന്നു. ഭയങ്കരമായ സൂക്ഷ്മ നിരീക്ഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം കുറച്ചൊരു ടാസ്ക്കാണ് ഇത് കണ്ടോ, 3 ഷീറ്റ് പോലത്തെ ഒരു ഷീറ്റും അതുപോലെ നെറ്റ് പോലത്തെ ഒരു സാധനമാണുള്ളത്. അത് നമുക്ക് ഇതുപോലെ ഷെൽഫ് ആയിട്ട് എടുക്കണം. പിന്നെ ഇതിൻ്റെ സ്ക്രൂസൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു മെക്കാനിസം ഇല്ലേ, ഫിറ്റ് ചെയ്യുന്ന ആ ഒരു ഇത്,
അതൊക്കെ ഭയങ്കര ഈസി ആയിട്ട് തോന്നി. ഭയങ്കര ഇന്നോവേറ്റീവ് ആണ്. അപ്പൊ അതന്നെയാണ് ഇവരെ പ്രൊഡക്ട്സ് ഭയങ്കര സ്പെഷ്യൽ ആവണത്. ശരിക്കും നമ്മൾ ഐക്യൻ്റെ ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ അവരവിടെ നല്ല രസത്തിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അതായത് എങ്ങനെ റൂമിൻ്റെ എവിടെ വെക്കണം, അതിൽ എന്ത് വെക്കണം, അങ്ങനെ വരെ അവർ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഐഡിയാസ് കിട്ടും അവിടെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഐക്യയിൽ പോയ ആളുകൾക്കറിയാം, പോവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് അവിടെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പിന്നെ അതിൻ്റെ ഒരു കോഡ് ഉണ്ടാവും. ആ കോഡ് എന്താ വെച്ചാൽ നമുക്ക് എഴുതി വെക്കാം. എഴുതി വെക്കാൻ വേണ്ടിയിട്ട് അവർ നോട്ട് പാഡ്സും പെൻസിൽസും പിന്നെ നമുക്ക് എന്തെങ്കിലും ഇനി മെഷർ ചെയ്യാനൊക്കെ ആണെങ്കിൽ പേപ്പർ ടേപ്പൊക്കെ അവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ, ഇഷ്ടം പോലെ. അപ്പോൾ അതിൽ നമുക്ക് എഴുതി വെച്ചിട്ട് താഴെ പോയി കഴിഞ്ഞാൽ ആ കോഡ് വരുന്ന ആ ഒരു ഇത് ഏത് റാക്കിലാന്നൊക്കെ ഉള്ളത് അവർ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ താഴെയാണ് അവരുടെ വെയർ ഹൗസ് വരുന്നത്. അവിടെ എല്ലാ കാര്യങ്ങളും ഇതുപോലെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവും ബോക്സിലാക്കിയിട്ട്. നമുക്ക് ആ ബോക്സ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ട്രോളിയിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ഇതുപോലെ വന്നിട്ട് നമ്മൾ അസംബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ലോക്ക് ആൻഡ് കീ സിസ്റ്റം ഭയങ്കര രസമുണ്ട് കേട്ടോ. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരെണ്ണം സ്ലോ മോഷനിൽ നോർമൽ വീഡിയോ എടുക്കാൻ വിചാരിച്ചത്. ആദ്യം ഈ ഒരു സാധനം ഫിക്സ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇങ്ങനത്തെ ഒരു സാധനം അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം റെഡി. ഭയങ്കര സിമ്പിളാ. ഞാൻ ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. ഇത് വെക്കുക, പിന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ്. അപ്പോൾ കണ്ടോ, ഈ ഒരു ഷെൽഫിൻ്റെ 4 സൈഡും സെറ്റായി. ഈ ഭാഗം വെക്കാനുണ്ട്. കണ്ടോ, സംഭവം അടിപൊളി കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ഫിക്സ് ചെയ്തിരുന്നത് ഭയങ്കര സിമ്പിളായിരുന്നു. ഇത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് കണ്ടില്ലേ, നേരത്തെ കണ്ട പോലെ ഒരു ഷീറ്റ് പോലത്തെ സാധനമാണ്. അപ്പോൾ അത് അതിൻ്റെ കറക്റ്റ് സൈഡിലേക്ക് തന്നെ മടക്കണം. എന്നിട്ട് അതിങ്ങനെ ഫിക്സ് ചെയ്യണം. അപ്പോൾ അത് ഇതുപോലെ 3 ബോക്സുകളായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് ഇത് ആ ഒരു ഫ്രെയിമിൻ്റെ അകത്തേക്ക് മെല്ലെ കയറ്റി കഴിഞ്ഞാൽ നമുക്കൊരു മിനി സൈഡ് ടേബിൾ വിത്ത് ഡ്രോവേഴ്സ് വരുന്ന ഒരു സൈഡ് ടേബിൾ ഇല്ലേ, അപ്പോൾ അതുപോലത്തെ ഒരു സംഭവം റെഡി ആയിട്ട് കിട്ടും കേട്ടോ. ശരിക്കും ഇത് അൺബോക്സ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എനിക്കിത് ഇത്ര ടാസ്ക് ആയി തീരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ബട്ട് അത്യാവശ്യം ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ടാസ്ക് തന്നെയായിരുന്നു. പക്ഷെ ഭയങ്കര രസാട്ടോ. നമ്മൾ ഈ കാറ്റലോഗൊക്കെ നോക്കി എങ്ങനെ ഏതാന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ അസംബിൾ ചെയ്തിട്ട് ഇതാ ഇപ്പം ഇങ്ങനെ ഷെൽഫ്സ് ഇങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് കയറ്റുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ അടുത്ത ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ പ്രൊഡക്ട്സ് വാങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 മന്ത് ആയിട്ടുണ്ടാവും. അതിൽ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എവിടെയാണ് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാട്ടോ, നമ്മൾ വാങ്ങിയിട്ടുള്ള 2 സാധനങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അടുത്ത സാധനം നോക്കാം. അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ലാമ്പും ഉണ്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ. അപ്പോൾ ഇത് നോക്കാം കേട്ടോ. ഇത് നമ്മളെ സ്റ്റഡി ടേബിളാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഈ ബോക്സിന് അത്യാവശ്യം നല്ല ഹെവി ആയിരുന്നു കേട്ടോ. എനിക്കിത് ഹാൻഡിൽ ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഈ പ്രൊഡക്റ്റ് വരുന്നത് വുഡൻ ആണ്. നമ്മൾ ആദ്യത്തെ പ്രൊഡക്റ്റ് ഫൈബർ ആയിരുന്നു, രണ്ടാമത്തത് മെറ്റലായിരുന്നു. അപ്പം ഇത് വരുന്നത് വുഡൻ ആണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് ഹാൻഡിൽ ചെയ്യാനും ഇതിൻ്റെ ഓരോ പീസും നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3 പ്രൊഡക്ട്സിൽ വെച്ചിട്ട് എനിക്ക് അസംബിൾ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളത് ഇതാണ്. നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരാളും കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിരുന്നു ഈ ഒരു പിന്നെ സാധനം നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സ്റ്റഡി ടേബിൾ എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് വേണ്ടിയിട്ടല്ല, ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് തന്നെ വാങ്ങിയിട്ടുള്ള ഒരു സ്റ്റഡി ടേബിളാണ്. എനിക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സൈഡിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ എന്തെങ്കിലും വായിക്കുകയോ അല്ലെങ്കിൽ പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ക്രിയേറ്റിവിറ്റി കിട്ടാത്ത പോലെ തോന്നാറുണ്ട്. അപ്പം എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിടാനും ഇടയ്ക്ക് റൂമിലേക്ക് ഇടാനും അങ്ങനെ നമുക്ക് വേറെ വേറെ സ്ഥലത്തേക്ക് മാറ്റിയിടാനൊക്കെ പറ്റുന്ന ഫേവറബിൾ ആയിട്ടുള്ള മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റഡി ടേബിളാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റഡി ടേബിളാണ് ഞാൻ ഇതാ ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനകത്തേക്ക് ചെറിയൊരു എന്താ പറയുക, നമുക്ക് ബുക്സൊക്കെ വെക്കാനുള്ള ചെറിയൊരു ഷെൽഫ്, ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ഇത്, അപ്പോൾ അതുമുണ്ട്.
ആദ്യം ഞാൻ അസംബിൾ ചെയ്തപ്പോൾ അതിലെന്തൊക്കെയോ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. വീണ്ടും അത് ഊരി എന്നിട്ട് വീണ്ടും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഈ ബോർഡുകളൊക്കെ ഈ ഓരോ ബോർഡുകളും നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ശരിക്കും ആരെങ്കിലും ഒന്ന് ബാലൻസ് ചെയ്ത് തരാനൊക്കെ വേണ്ടിയിരുന്നു. പിന്നെ അതിൻ്റെ സ്ക്രൂകളും കാര്യങ്ങളൊക്കെ ഈ എലൻ കീ അതിൻ്റെ എലൻ കീ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആട്ടോ. അതായത് ഫിറ്റിങ്സ് ഒക്കെ അടിപൊളിയാണ്. നമുക്ക് ഫിറ്റ് ചെയ്യൽ എങ്ങനെയാന്ന് കറക്റ്റ് നോക്കിക്കഴിഞ്ഞ് അതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഈസിയാണ്. പിന്നെ അന്നത്തെ ദിവസം ഈ 3 സാധനങ്ങളൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ കൈയൊക്കെ ഒരു വഴിയായിട്ടോ. എൻ്റെ കൈയിൻ്റെ സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. യൂഷ്വലി നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഈ മുളക് പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ തട്ടുമ്പോൾ തന്നെ എനിക്ക് എരിച്ചിലെടുക്കും. അപ്പം ഇത് കുറച്ച് റഫ് ആയിട്ടുള്ള സാധനങ്ങളായതുകൊണ്ട് അത് ഹാൻഡിൽ ചെയ്തുകൊണ്ട് കൈ നല്ല പണിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് അതൊന്നും ഓർമ്മയില്ലല്ലോ. അങ്ങനത്തെ ഒരു ഹരം പിടിച്ച് ചെയ്തതാണ്. അങ്ങനെ നമ്മളെ സ്റ്റഡി ടേബിൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അസംബ്ലിങ്ങും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ശരിക്കും ടയേർഡായി പോയിട്ടുണ്ടായിരുന്നു ട്ടോ. ഇതിപ്പോൾ ടൈം ലാപ്സിൽ ഇട്ടിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര ടൈം എടുത്തായിട്ടൊന്നും തോന്നൂല. ഞാൻ ഒരുപാട് ടൈമും എടുത്തു. ഒരുപാട് എഫേർട്ടും ഉണ്ടായിരുന്നു ഇത് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നാണെങ്കിൽ ഞാൻ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ നേരെ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം, വീഡിയോ ചെയ്യാം എന്നൊക്കെയുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് വിശന്നപ്പോൾ ഞാനൊരു പഴം കഴിച്ചു. പിന്നെ നമ്മളെന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതെന്തായാലും ചെയ്ത് ഫിനിഷ് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തോട്ട് വന്നുകൊണ്ടാണ് ഇതെന്തായാലും ഫിനിഷ് ചെയ്തിട്ട് ഇനി വേറെ എന്ത് കാര്യം ഉള്ളൂ എന്നുള്ളൊരു രീതിയിൽ അത്യാവശ്യം സമയമെടുത്തിട്ട് തന്നെ ഇത് 3ഉം നമ്മൾ അൺബോക്സ് ചെയ്ത് അസംബിൾ ചെയ്തത്. അപ്പോൾ ഈ 3 പ്രൊഡക്ട്സും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇത് എനിക്ക് അതിൽ ബാക്കി വന്നിട്ടുള്ള സ്ക്രൂ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഈ ലാമ്പാണ്. ലാമ്പ് ഞാൻ എന്തൊക്കെയോ അസംബിൾ ചെയ്യാനുണ്ട് എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ അതങ്ങനെ പ്രത്യേകിച്ചൊരു അസംബ്ലിങ്ങിൻ്റെ കാര്യമൊന്നുമില്ല. ഇത് ഓപ്പൺ ചെയ്ത് ഞാൻ ആ വയറൊന്നിങ്ങനെ ബാക്കോട്ട് വലിച്ചപ്പോഴത്തേക്കിനും നമ്മൾ ഈ മൈക്കൊക്കെ ഫിക്സ് ചെയ്യൂലേ, അതേപോലെ ഫിക്സ് ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും ഞാൻ ഇത് ക്യാമറ വെച്ചിട്ടുള്ളത് ശരിയായില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഫിക്സ് ചെയ്യുന്ന ആ ഒരു ടോപ്പ് പോർഷൻ ഇതിൽ ശരിക്കും റെക്കോർഡായിട്ടില്ല. പിന്നെ ഏറെക്കുറെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എക്സോസ്റ്റഡായി ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും. കാരണം നമ്മൾ അൺബോക്സിങ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഒരു കാര്യം മാത്രമല്ലല്ലോ. അത് വീഡിയോ എടുക്കുകയും പിന്നെ അതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളും നമ്മളെ വീഡിയോൻ്റെ ഇതൊക്കെ ക്ലിയർ ആണോ അല്ലേ എല്ലാം ചെക്ക് ചെയ്യാൻ ഒക്കെ ഞാൻ തന്നെയാണല്ലോ ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഞാൻ ശരിക്കും ഭയങ്കര ടയേർഡായിരുന്നു. അങ്ങനെ നമ്മൾ LED കാര്യങ്ങളൊക്കെ ഈ ലൈറ്റും ഈ LED ബൾബും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വാങ്ങിച്ചതാണ്. കാരണം ഐക്യേൻ്റെ തന്നെ പ്രൊഡക്റ്റ് ആകുമ്പോഴല്ലേ ഇതിന് സൂട്ട് ആവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാട്ടോ. ലാമ്പ് കാണാൻ ചെറുതാണെങ്കിലും നല്ല ലൈറ്റാണ്. ഇപ്പോൾ റൂമിലൊക്കെ ഈ ലാമ്പിൻ്റെ ഒരു ലൈറ്റ് മതി. അങ്ങനെയാകുമ്പോൾ നമുക്ക് വലിയ ലൈറ്റ് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഭയങ്കര വെയ്റ്റ്ലെസ് ആണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ട് നടക്കാനൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി ലാമ്പ്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ പ്രൊഡക്ട്സും അൺബോക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അസംബിൾ ചെയ്തു. എനിക്ക് എല്ലാം ഭയങ്കര ഇഷ്ടമായി. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ക്ഷീണിച്ച് പോയിട്ടോ. ഈ പാക്കിങ് ഇത് ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരാളും കൂടെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ്. മക്കൾ വന്നിട്ടുണ്ട്. അപ്പം മക്കൾ വീട്ടിലേക്ക് വന്നപ്പം അവരുടെ ഒരു റിയാക്ഷൻ ആയിരുന്നു കേട്ടോ. ഈ പുതിയ പുതിയ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് പുതിയൊരു സാധനം ഐറ്റം വാങ്ങിക്കുമ്പോൾ നമ്മളും ഭയങ്കര എക്സൈറ്റഡ് ആവുമല്ലോ. അപ്പോൾ അവരും ഇതുപോലെ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇങ്ങനെ ലാമ്പും പിന്നെ ഈ സ്റ്റഡി ടേബിൾ അവർക്ക് ചെറുതായിട്ടൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടാവും ഇത് അവർക്ക് വാങ്ങിച്ചതാണെന്ന്. പക്ഷേ ഇത് എനിക്കുള്ള സ്റ്റഡി ടേബിളാണ്. മാത്രമല്ല അവർക്ക് ഇതിൽ ഇരിക്കാൻ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ 3 പേരും തമ്മിൽ കച്ചറയാവും. പിന്നെ ഗ്രാജുവലി ഇതിൻ്റെ കളറൊക്കെ മാറി ഈ വൈറ്റ് എന്നുള്ളത് യെല്ലോ ബ്ലാക്ക് ഒക്കെ ആയിത്തീരും. അപ്പം അതുകൊണ്ട് തൽക്കാലം ഈ സ്റ്റഡി ടേബിൾ ഞാൻ തന്നെ യൂസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആട്ടോ ഞാൻ ഈ ഒരു ഡ്രോവർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലാണ് ഞാനിപ്പോൾ എൻ്റെ ചാർജേഴ്സും പിന്നെ അതുപോലെ മൈക്ക് കാര്യങ്ങൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും ഇതൊക്കെ ഐക്യേൻ്റെ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാനിങ്ങനെ വലിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു ബോക്സാണ്. അതിൻ്റെ അടിയിലൊരു വീലുണ്ട്. പിന്നെ ഇതൊരു സ്റ്റൂള്. പിന്നെ ഇതും ഒരു സ്റ്റെപ്പ് അപ്പ് സ്റ്റൂളാണ്. ഇതൊക്കെ ഞാൻ ദുബായിൽ നിന്ന് വാങ്ങിച്ചാന്ന് തോന്നുന്നു. ഇതൊക്കെ ഐക്യേൻ്റെ പ്രൊഡക്ട്സ് ആണ്. പിന്നെ ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, പിന്നെ പെർഫ്യൂംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ.
അപ്പം ഞാൻ തൊടുന്ന എല്ലാ സാധനങ്ങളും ഐക്യൻ്റെ പ്രൊഡക്ട്സ് ആണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ കാണിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പ്ലാന്റ്സ് എന്തെങ്കിലും വെക്കാന്നുള്ള ഉദ്ദേശത്തിൽ വാങ്ങിച്ചതായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ബ്ലാക്ക് കളർ ഈ ഒരു പോട്ട് ഹാങ് ചെയ്യുന്ന പോട്ടാണത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ചെയ്യുന്നു. സോ ദിസ് ഇസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.